കുണ്ട്രയിൽ ഈ ഒരു ഇലക്ഷനിൽ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിനെ കുണ്ട്രയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ പലരും ഡൗട്ടുണ്ടാവും കുണ്ട്രയിൽ വരുമെന്നുള്ളത്. ഉറപ്പായിട്ടും കൊണ്ടുവരും. വിജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് കൊണ്ടുവരും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കും, പ്രശ്നങ്ങൾ കേൾക്കും, പരിഹരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യും. ഇത് ഞാൻ നോമിനേഷൻ കൊടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൊടുക്കുന്നൊരു വാക്കാണ്. ഓക്കെ, ഇനി ഇതിന് ട്രോൾ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 90 ദിവസത്തിനകത്ത് കുണ്ട്രയിൽ, കൊല്ലത്തിലല്ല കുണ്ട്രയിൽ, നമ്മുടെ കൊല്ലം കുണ്ട്രയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കും. അത് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി വന്ന സമയത്ത് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലേ? അല്ല, ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടു. ഇനി അടുത്ത പ്രാവശ്യം ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാവരും കാണണമെന്നുള്ളത്. സോ അപ്പം എല്ലാവരും ഡൗട്ട് വരും കുണ്ട്രയിൽ വരുമോ ഇല്ലെന്നുള്ളത്. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ പറയാണ്, NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി 90 ദിവസത്തിനകത്ത് കുണ്ട്രയിൽ വരും, നമ്മുടെ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഈ റോബിൻ എന്നല്ല ആര് BJPക്ക് വന്നാലും ഭയങ്കരമായിട്ട് ഒരു ബുള്ളിങ് വരുന്നത്, അതായത് ഭയങ്കരമായിട്ട് നെഗറ്റീവ്. അത് എന്താണ് സംഭവം? പേടിയാണ് പുതിയൊരു പാർട്ടി വന്നിട്ട് ഇനി കേരളം ഭരിക്കുമോ അല്ലെങ്കിൽ കേരളത്തിൽ മാറ്റം കൊണ്ടുവരുമോ എന്നുള്ളത്. കുറേ നാളായി ഇടതും വലതും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് വെറുതെ കുറേ സമയം കളയല്ലേ. അവർ തന്നെയാണോ ഇതേപോലെ ഇങ്ങനെ കമന്റ് ഇടുന്നതും ബാക്കി പോസ്റ്റ് ചെയ്യുന്നതൊക്കെ? അവരുടെ PR ഇല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റ്സ് ആണെങ്കിലും എനിക്ക് വരുന്ന ഇതൊക്കെ മോസ്റ്റ്ലി 90% ഫേക്ക് IDസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പോയി അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. പിന്നെ അതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാർ വെറുതെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊക്കെ. ഉറപ്പായിട്ടും വിജയ സാധ്യത എന്തായാലും 100% തന്നെയാണ്. എനിക്ക് കുണ്ട്രയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ കൊല്ലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അതിനിടയിൽ കൂടെ പാസ് ചെയ്യുന്നൊരു സ്ഥലമൊന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്ന സമയം തൊട്ടാണ് ഞാൻ കുണ്ട്രയെ പറ്റി അനലൈസ് ചെയ്യുന്നതും അവിടെ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ, എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയത്. അപ്പം കുണ്ട്ര എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. ഒരുപാട് ഫാക്ടറീസും ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് ഒരുപാട് പേർക്ക് തൊഴിലുണ്ടായിരുന്ന, ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമായിരുന്നു. അതെല്ലാം നശിച്ച് ഒരു രീതിയിലും ഇപ്പം എന്താ പറയുക, എനിക്ക് തോന്നുന്നു വിരലിൽ എന്നാന്ന് 1-2 ഫാക്ടറീസ് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ. അത് കാരണം ഒരുപാട് പേർക്ക് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ല, ഒരുപാട് പേര് പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മരിച്ചു. സോ അപ്പോൾ എൻ്റെ ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക, റീബിൽഡ് ചെയ്യുക, മനസ്സിലായില്ല. അതുവഴി ഒരുപാട് പേർക്ക് ജോലി സാധ്യത കൊടുക്കുക. ഒരുപാട് പേർക്ക്, കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് വേണം, ക്യാഷ് വേണം. എന്തിനാണ്? നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാനോ എല്ലാം ബേസിക്കലി ഫണ്ട് വേണം. അതിനെന്താ വേണ്ടത്? ജോലി വേണം. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി വേണം, മനസ്സിലായില്ലേ. സോ അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ജോലി സാധ്യത തന്നെയാണ്. അത് ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ്സ് കാര്യങ്ങളെല്ലാം യങ് ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതുവഴി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലേക്കായിട്ടുള്ള അഷ്ടമുടി കായൽ അവിടെയാണ്, കുണ്ട്രയിലാണുള്ളത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഡെവലപ്പ് ചെയ്യുക, അതുവഴി ഒരുപാട് പേർക്ക് ജോലി സാധ്യത കൊടുക്കുക. എന്തൊക്കെ ഇഷ്യൂസ് അതിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു എന്താ പറയുക, ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ക്ലാരിറ്റി വരുത്തി ഒരുപാട് പേർക്ക് ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവിടെ ഹോം സ്റ്റേ, ബോട്ടിങ്, സോ ഒരു വേൾഡ് ലെവലിലേക്ക് നമ്മുടെ അഷ്ടമുടി കായൽ കൊണ്ടുവെത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അവിടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളം ഇല്ല. ഓക്കെ, ഞാൻ പോയിട്ടുള്ള 7 പഞ്ചായത്തിലും 5 പഞ്ചായത്തിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കുടിവെള്ളം മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഡെയിലി ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളം പോലും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു നെസസിറ്റിയാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രീവിയസ്ലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നു, മനസ്സിലായില്ലേ. വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അതിനുള്ള മാർഗ്ഗം കണ്ടെത്തുക, വെള്ളം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യായിരുന്നു, മനസ്സിലായില്ല. അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ അവരുടെ ഒരു എന്താ പറയുക, ഭരണത്തിൻ്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ
ഈ പറഞ്ഞ കണക്ക് ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് ആക്കുക. ഒരുപാട് റോഡ് ഉള്ളേരിയയുടെ ഒരുപാട് റോഡുകളെല്ലാം വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റോഡും കാര്യങ്ങളും, എന്നാലേ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റി ആയിട്ട് മാറത്തുള്ളൂ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ വന്നിട്ട് ഈ പറഞ്ഞ കണക്ക് പ്രൈമറി ഹെൽത്ത് സെക്ടറെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെക്ടർ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റേഴ്സ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ 24/7 ഉള്ള മെഡിക്കൽ സ്റ്റോറൊന്നും അവിടെ വലുതായിട്ടില്ല. രാത്രി എന്തെങ്കിലും മരുന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. 24/7 അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് വേണമെന്നുള്ള കുറച്ച് മെഡിക്കൽ സ്റ്റോറും കാര്യങ്ങളെല്ലാം അവിടെ നോക്കും. ഇതൊക്കെ ആഗ്രഹങ്ങളാണല്ലോ, ഇതൊക്കെ എങ്ങനെ കൃത്യമായി പ്രാവർത്തികമാക്കാന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? എൻ്റെ ആഗ്രഹമായിരുന്നു പൊളിറ്റിക്സിലേക്ക് വരിക. എൻ്റെ ആഗ്രഹമായിരുന്നു 2026 അസംബ്ലി ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആവുക. അതുവരെ സംഭവിച്ചില്ലേ. അപ്പോൾ ഇതുവരെ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് അടുത്തതും പറ്റും. അത്ര ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇപ്രാവശ്യം കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ BJP വരുന്നുണ്ട്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ എന്ന് വെച്ചാൽ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ? എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊന്നും അറിയത്തില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ എനിക്ക് ബിഗ് ബോസ് ഒന്നും വെച്ച് ഒരിക്കലും നമ്മുടെ ഇലക്ഷനോ പൊളിറ്റിക്സോ ഒന്നും കമ്പയർ ചെയ്യില്ല. കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ മാത്രം നിൽക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ മാത്രമാണ്. ഹോട്ട്സ്റ്റാറിൽ ജസ്റ്റ് വോട്ട് ചെയ്യുന്ന ഒരു ഷോ മാത്രമാണ്. അത് കാരണമാണ് എനിക്ക് ഫെയിമും കാര്യങ്ങളും കിട്ടിയത്. അത് കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനും പറ്റി. ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സേവനം കുറച്ച് പേരിലേക്ക് മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ലാർജ് സ്കെയിലിലേക്ക് എൻ്റെ സേവനം എത്തിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മുടെ കർഷകരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓർഗാനിക് ഫാമിങ്ങും അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളും അവർക്കുള്ള സബ്സിഡീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കുക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ഹാപ്പി ആക്കാനും അവരുടെ പ്രശ്നവും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനുള്ള കുറച്ച് സെൻറ്റേഴ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫ്രീ വൈഫൈ സോൺസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഗ്രീൻ ആയിട്ടുള്ള എയർ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രീൻ കുണ്ട്ര ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ഡിജിറ്റൽ കുണ്ട്ര ആക്കണമെന്ന് പ്ലാനുണ്ട്. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ 140 മണ്ഡലങ്ങളിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് എനിക്ക് കുണ്ട്രയെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. BJP അധികാരത്തിൽ വന്നപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ VV രാജേഷ് ട്രിവാൻഡ്രം മേയറായിട്ടുള്ള അല്ലേ, എത്ര പേർക്ക് അറിയാം? നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളത്തെ മേയർ എനിക്കറിയത്തില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റാണ് പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, മാതൃകയായിട്ടുള്ള കുണ്ട്ര മണ്ഡലത്തിൽ MLA ആയി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ കാണണമെന്നാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ കാണുന്നത്. മനസ്സിലായില്ലേ? നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ പറയാനായിട്ട് എനിക്കറിയത്തില്ല. ജസ്റ്റ് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതല്ലോ. ഇതൊക്കെ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയാസാണ്. ഈ ഐഡിയാസ് നമ്മൾ പ്രോപ്പർ പ്ലാനിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതിനുള്ളൊരു മനസ്സുണ്ടാവണം. ബേസിക്കലി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് മനുഷ്യരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ മനുഷ്യരുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ എമ്പത്തി ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. സോ അത് കാരണം ഉറപ്പായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ചങ്കൂറ്റവും കോൺഫിഡൻസും കാര്യങ്ങളും അതിനുള്ള സമയം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. മനസ്സിലായില്ലേ? സോ നമ്മുടെ സമയം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. സോ 24/7 എൻ്റെ സമയം ഞാൻ എൻ്റെ കുണ്ട്ര നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും സമർപ്പിക്കും. ഞാനിപ്പോൾ താമസിക്കുന്ന കൊച്ചിയിലാണ്. പക്ഷേ കുണ്ട്രയിലേക്ക് ഒരു റെൻറ്റഡ് ഹൗസൊക്കെ എടുത്ത് അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലാൻസ്. ഈ റോബിൻ നേരിട്ട് പോയി ആളുകളെ കാണുമ്പോൾ ബിഗ് ബോസിൽ ഇറങ്ങി അതേ സ്വീകാര്യത ഈ ജനങ്ങൾ തരുന്നുണ്ടോ? പോയി കാണുമ്പോഴും സംസാരിക്കുമ്പോഴും? ഉറപ്പായിട്ടും. കാരണം 4 വർഷം കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും ആ ഒരു എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഞാനിപ്പോൾ എന്നെ എല്ലാ മലയാളികൾക്കൊന്നും അറിയത്തില്ല. മനസ്സിലായില്ല? ഒരു പകുതി കുറഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാൽഭാഗം മലയാളികൾക്കേ എന്നെ അറിയത്തുള്ളൂ. അപ്പോൾ അറിയുന്ന അത്രയും പേരും ഇപ്പം ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ എന്ത് ചെയ്തു മണ്ഡലം എനിക്കൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് എനിക്ക് അറിയുന്നില്ല. പിന്നെ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ടീം തന്നെയാണ്. BJP ഓൾറെഡി അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ എന്നെ അവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ഉറങ്ങല്ലേ? റോബിനാണെന്ന് പറയുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ പോകുമ്പോൾ? മോസ്റ്റ്ലി എല്ലാവർക്കും അത് ഞാൻ തന്നെ അത് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു ആരോപണം എന്ന് പറയുന്നത് പൈസ വാങ്ങി പർച്ചേസ് ചെയ്ത് പല സെലിബ്രിറ്റീസിനെ പൈസ വാങ്ങി പർച്ചേസ് ചെയ്തു പാർട്ടി എന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ട്? ഇല്ല, എനിക്ക് 1 രൂപ പോലും ആരും തന്നിട്ടില്ല. ഞാനും 1 രൂപ ആർക്കും കൊടുത്തിട്ടില്ല. അത് പ്രൂവ് ചെയ്ത് കാണിക്കുക നിങ്ങൾ. അങ്ങനെ ഒരു ആരോപണം പറയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുക, അലിഗേഷൻ പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുക. എനിക്ക് 1 രൂപ പോലും പാർട്ടി എനിക്ക് തന്നിട്ടില്ല. 1 രൂപ പോലും ഞാൻ പാർട്ടിയുടെ നിന്ന് മേടിക്കുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് ജസ്റ്റ് അലിഗേഷൻസ് മാത്രം, റൂമേഴ്സ്. എന്തായാലും വിജയാശംസകൾ.
ഓക്കെ, അപ്പോൾ മറക്കണ്ട, കുണ്ട്ര മണ്ഡലത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റായിട്ട് വിജയിച്ച് കഴിഞ്ഞാൽ വിജയിച്ച റിസൾട്ട് വരുന്നതിൻ്റെ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജീനെ കുണ്ട്ര മണ്ഡലത്തിൽ കൊണ്ടുവരും. കൊല്ലമല്ല, കുണ്ട്ര മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരും. ഡയറക്റ്റായിട്ട് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും അവർക്കൊന്ന് കാണാനും ഉള്ളൊരു അവസരം ഞാൻ ചെയ്തു കൊടുക്കും. അല്ലാതെ എനിക്ക് നമ്മുടെ ലാലേട്ടനെയോ മമ്മൂട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഇല്ല, ഒരിക്കലും വിളിച്ചില്ല. ഇല്ലാത്ത കാര്യം ഇല്ലെന്നല്ലേ പറയേണ്ടത്. ലാലേട്ടനെ ഓർമ്മ പോലും കാണില്ല. ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ റോബിനെ പോലെ തന്നെ ബിഗ് ബോസ് വിന്നറായ നമ്മുടെ മാരാര് മത്സരിക്കുന്നുണ്ട്. മാരാര് ഭയങ്കര നെഗറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കുകൾ സ്ഥിരതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് പാർട്ടീനെ തള്ളി പറഞ്ഞിട്ട് വീണ്ടും അതിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഈ വിജയസാധ്യതയ്ക്ക് കുറവാകുമോ? അങ്ങനെയുള്ള അഖിൽ മാരാർ എന്ന് പറയുന്നത് നമ്മുടെ NDAയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ കാൻഡിഡേറ്റ് ആണ്. അതിനുപരി എൻ്റെ ഒരു സുഹൃത്താണ്. പബ്ലിക്കലി പുള്ളിക്കാരനെ പറ്റി എന്തൊക്കെ പറയുന്നത് എന്നുള്ളത് എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, എൻ്റെ അടുത്ത് ഒരു നല്ല മനുഷ്യനായിട്ടാണ് നിന്നിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും എനിക്ക് അഖിൽ മാരാറിനെ ഇഷ്ടമാണ്. ഓക്കെ, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലിപ്പോൾ എനിക്ക് ആരെയും കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് അത്രേ ഉള്ളൂ. അതേപോലെ ഈ ഒരു ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. ഒരാളിനെ അടിച്ചമർത്തി അല്ലെങ്കിൽ പിറകിൽ നിന്ന് കുത്തി തോൽപ്പിക്കുന്നതിന് പകരം നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്ത് നമ്മൾ ജയിക്കുന്നതിലാണ് ചങ്കൂറ്റം അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ഇലക്ഷൻ ആവട്ടെ. കുറച്ച് നേരത്തെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇല്ല, അങ്ങനെ തോന്നിയില്ല. കറക്റ്റ് ടൈമാണ് തോന്നി, റൈറ്റ് ടൈമാണ് തോന്നി. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന കണക്ക് ഇതാണ് റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ BJP NDA കാൻഡിഡേറ്റാണ്, സ്ഥാനാർത്ഥിയാണ്. സോ അപ്പം ഇന്ന് അതിൻ്റെ നോമിനേഷൻ നമ്മുടെ കൊല്ലം കളക്ടറിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.